ഹരേ രാമ ഹരേ കൃഷ്ണ. ഓണക്കാലമെത്തിയതിനാൽ എല്ലാ മലയാളികളും ഉറ്റുനോക്കുന്നത് 25 കോടി രൂപയുടെ ഭാഗ്യം കൊണ്ടുവരുന്ന ഓണം ബമ്പർ ലോട്ടറിയാണ്. ജ്യോതിഷപ്രകാരം ഓണം ബമ്പർ അടിക്കുവാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരാണ് ഇവർ. ഓണം മലയാളികളുടെ ഉത്സവമാണ്. ഈ ഓണമാസം പുതിയ നൂറ്റാണ്ടിൻ്റെ തുടക്കം കൂടിയാണ്. ജ്യോതിഷപരമായും ഏറെ പ്രത്യേകതയുള്ള മാസം കൂടിയാണ് ചിങ്ങം. ഓണത്തോടനുബന്ധിച്ച് പല നക്ഷത്ര ഫലങ്ങൾക്കും പ്രാധാന്യവും വളരെയേറെയുണ്ട്. ചില നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ധനഭാഗ്യവും ലോട്ടറി പോലുള്ളവയും ഫലമായി വന്നു ചേരും. ഇത്തവണത്തെ ഓണം ബമ്പർ 25 കോടി രൂപയുടെ ലോട്ടറി അടിക്കുവാൻ ഭാഗ്യമുള്ള നക്ഷത്രങ്ങളുണ്ട്. ഇത് ഏതെല്ലാം നക്ഷത്രക്കാരെയാണ് കാത്തിരിക്കുന്നത് എന്ന് നോക്കാം. ലോട്ടറി അടിക്കുന്നതിൽ ഭാഗ്യമുള്ള ആദ്യത്തെ നക്ഷത്രമാണ് ഭരണി. ഭരണി നക്ഷത്രക്കാർക്ക് ലോട്ടറി നറുക്കെടുപ്പ് ഭാഗ്യയോഗം വളരെ അധികമാണ്. അതിനാൽ തന്നെ ഇവർക്ക് ഓണം ബമ്പർ അടിക്കുവാനുള്ള സാധ്യതയും വളരെ ഏറെയുണ്ട്. ഭരണി നക്ഷത്രക്കാർക്ക് ധനാഗമ യോഗമുള്ള ഒരു സമയം കൂടിയാണ്. അപ്രതീക്ഷിതമായ ഭാഗ്യവും ധന നേട്ടവും ഇവർക്ക് വന്നുചേരും. പ്രതീക്ഷിക്കാത്ത നേരത്ത് പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ധനം വന്നു ചേരുന്ന ഭാഗ്യം ഈ നക്ഷത്ര ജാതകർക്കൊപ്പമുണ്ട്. അടുത്തത് പുണർദം നക്ഷത്രക്കാരാണ്. പുണർദം നക്ഷത്രക്കാർക്ക് ഇത്തരത്തിലുള്ള ഒരു ലോട്ടറി ഭാഗ്യം ഉണ്ടാകുവാൻ വളരെ ഏറെ സാധ്യതയുള്ള നക്ഷത്രക്കാരാണ്. ഇവർക്ക് ലോട്ടറി ഭാഗ്യമുള്ള അവസരമാണ് ഇപ്പോഴുള്ളത്. പെട്ടെന്ന് തന്നെ ധനം വന്നു ചേരുവാനുള്ള യോഗവുമുണ്ട്. ഓണം ബമ്പർ ഇവർക്ക് അടിക്കുവാനുള്ള സാധ്യത വളരെ ഏറെയാണ്. ഈ നക്ഷത്ര ജാതകരുടെ ധനപരമായ പല പ്രശ്നങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ പരിഹാരം വന്നെത്തുകയും ചെയ്യും. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. വിശാഖം നക്ഷത്ര ജാതകർക്ക് ലോട്ടറി നറുക്കെടുപ്പ് ഭാഗ്യത്തിന് അവസരമുണ്ട്. ധനപരമായ നേട്ടങ്ങൾ പെട്ടെന്ന് വന്നു ചേരുന്ന ഭാഗ്യം ഈ സമയം ഇവർക്കുണ്ട്. പല വഴികളിലൂടെയും ഇത് ലഭിക്കുകയും ചെയ്യുന്നതാണ്. പ്രതീക്ഷിക്കാത്തതും പ്രതീക്ഷിക്കുന്നതുമായ പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുവാനുള്ള യോഗമാണ് നിങ്ങൾക്ക് എത്തിയിരിക്കുന്നത്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. അനിഴം നക്ഷത്രക്കാരായ ആളുകൾക്കും അപ്രതീക്ഷിതമായ ധനാഗമ യോഗങ്ങൾ വന്നെത്തും. ധനയോഗം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടിയ ഒരു നക്ഷത്രം കൂടിയാണ് അനിഴം. ഇവർക്ക് 1200-ാം ആണ്ട് കൂടുതൽ ധനം വന്നു ചേരുവാനുള്ള സാധ്യതയുള്ള വർഷം കൂടിയാണ്. അതിനാൽ തന്നെ ബമ്പർ ഭാഗ്യം വരെ ഇവരെ കടാക്ഷിക്കുവാൻ സാധ്യത വളരെയേറെയാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇവരുടെ പല ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ഇവർക്കിതുപോലെ പ്രതീക്ഷിക്കുന്ന ധനം പോലും വന്നു ചേരാത്ത അവസ്ഥയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ ആ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നു. ഇവർക്ക് ഓണം ബമ്പർ അടിക്കുവാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്രതീക്ഷിതമായ ധനഭാഗ്യമാണ് ഇവർക്ക് ഈ ഓണക്കാലത്ത് ഫലമായി വന്നു ചേരുവാൻ പോകുന്നത്. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. പൂരം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും മനസ്സിൽ ഒതുക്കി വയ്ക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ പൊതുവിൽ ഇവർക്കിത് അനുകൂലമായ സമയമാണ്. പലതരം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ലോട്ടറി ഭാഗ്യം ഇതിനാൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഓണ ബമ്പർ പരീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഭാഗ്യ സാധ്യതയുള്ള ഒന്നാണ് ഈ ഉത്രട്ടാതി നക്ഷത്രം. ധനം വന്നാലും കയ്യിൽ നിൽക്കാത്ത അവസ്ഥ ഇവർക്ക് ഇതുവരെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം മാറ്റമാണ് ഈ ഓണക്കാലം സമ്മാനിക്കുന്നത്. ഓണം ബമ്പർ അടിക്കുവാൻ സാധ്യതയുള്ള ഈ നക്ഷത്രത്തിന് ഇപ്പോൾ
അപ്രതീക്ഷിത ധന സൗഭാഗ്യമാണ് ഫലമായി പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ പൊതുവിൽ നല്ല സമയമാണ്. എല്ലാ രീതിയിലും വളരെയധികം ധന നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.